എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. പക്ഷേ ഇത്തവണ വിഷു വന്നിരിക്കുന്നത് മേടമാസം 2-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ സംഭവിച്ചത്? ഇത്തവണത്തെ വിഷുക്കണി കാണേണ്ട മുഹൂർത്തം എപ്പോഴാണ്? വിഷുക്കണി എപ്പോഴാണ് നമ്മളത് എടുത്തു മാറ്റേണ്ടത്? അതുപോലെ വിഷുവിന് കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് അത് അണയ്ക്കേണ്ടത് ഏത് സമയത്താണ്? നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കണിക്കൊന്നകൾ പൊൻകാതണിഞ്ഞു നിൽക്കുന്ന മറ്റൊരു വിഷുക്കാലം കൂടി വരവായി. വിഷുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയാണ്. നമസ്കാരം തിരുമേനി. നമസ്കാരം. തിരുമേനി, എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. പക്ഷെ ഇത്തവണ വിഷു വന്നിരിക്കുന്നത് മേടമാസം 2-ാം തീയതിയാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ സംഭവിച്ചത്? അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മേടമാസം 1-ാം തീയതി എന്ന് പറയുന്ന ദിവസം തന്നെ വിഷു വരാറുണ്ട്. ഇപ്രാവശ്യം മീനത്തിൽ നിൽക്കുന്ന ആദിത്യൻ മേടത്തിലേക്ക് വരുന്നതാണ്. ആ സംക്രമ സമയമാണ് മേടം എന്ന് പറയുന്നത്. ശരിക്ക് ദിവസം കൊണ്ട് മേടം 1 എങ്കിൽ പോലും അന്ന് മേടമാസം 1-ാം തീയതി രാവിലെ 9:32 മീനരാശിയിൽ നിന്ന് മേടരാശിയിലേക്ക് രവിയുടെ സംക്രമം വരണം. അതായത് സംക്രമ സമയം എന്ന് പറയുന്നത് മേടമാസം 1-ാം തീയതി 9:32 നമുക്ക് പുലർച്ചെ മേടമാസം കിട്ടിയാൽ മാത്രമാണ് വിഷു ആഘോഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് മേടമാസത്തിലെ 2-ാമത്തെ ദിവസമാണ് വിഷുക്കണിയായി നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം ഈ സംക്രമം ഉദയത്തിന് മുമ്പ് വരിക, അതായത് മേടത്തിന് മീനമാസം അവസാനത്തെ ദിവസം വന്നിരുന്നെങ്കിൽ അത് മേടം 1 മേടമാസം ഉദിച്ചതിന് ശേഷം വന്നതുകൊണ്ട് മേടം 2 വിഷു ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് മേടമാസം 2 എന്ന് പറയുന്ന ദിവസം വിഷുദിനമായി വന്നത്. ഇത്തവണത്തെ വിഷുക്കണി കാണേണ്ട മുഹൂർത്തം എപ്പോഴാണ്? ഏകദേശം ഈ മേടമാസം 2-ാം തീയതി ഒരു 4:45 തൊട്ട് 5:30 വരെയുള്ള സമയമാണ് വിഷുക്കണിക്ക് ഏറ്റവും നല്ല മുഹൂർത്തം. 4:45 തുടങ്ങും, 5:30 വരെയുള്ള സമയം. ആ സമയത്താണ് വിഷുക്കണി തൊഴേണ്ടതും വിഷ്കൈനീട്ടം മേടിക്കേണ്ടതും ഭഗവാനെയും മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും നമസ്കരിക്കേണ്ടതും ഈ സമയത്താണ്. തിരുമേനി, അതുപോലെ വിദേശ മലയാളികൾ പലരും പങ്കുവയ്ക്കാറുണ്ട്. അവർക്ക് വിഷുക്കണി ഒരുക്കുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനുമെല്ലാം അവർക്ക് പരിമിതികളുണ്ട്. ആ അവസരത്തിൽ അവരോട് തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ നാട് പോലെ ഈ കാര്യങ്ങൾ എല്ലാം സുലഭമായി ലഭിക്കാത്ത വിദേശ രാജ്യങ്ങളുമുണ്ട്. നാടിനേക്കാൾ കാര്യമായി സുലഭമായി ലഭിക്കുന്ന വിദേശ നാടുകളുണ്ട്. ഇപ്പൊ ഈ കണിക്കൊന്നയൊക്കെ വിദേശത്ത് പല സ്ഥലത്തും കിട്ടാത്ത സ്ഥലമുണ്ട്. പക്ഷെ കണിക്കൊന്ന കിട്ടാത്ത സ്ഥലം ഉണ്ടെങ്കിൽ മഞ്ഞപ്പൂക്കൾ എടുത്താൽ മതി. ഈ പറയുന്ന കൈനീട്ടത്തിനൊക്കെ വിഷുക്കണി ഈ നാട് പോലെ തന്നെ തലേ ദിവസം അവർക്കെല്ലാം ഒരുക്കി വെച്ച് ഇതുപോലെ വിളക്കെല്ലാം റെഡിയാക്കി രാവിലെ വിഷുക്കണി തൊഴുന്നത് നാട്ടിലെ സംസ്കാരം എപ്രകാരമാണോ അപ്രകാരം തന്നെ അവർക്ക് അത് അമേരിക്കയിലായാലും UK-യിലായാലും ഓസ്ട്രേലിയയിലായാലും ജർമ്മനിയിലായാലും ചെയ്യുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല. 100% അങ്ങനെ തന്നെ ചെയ്യാം. നാമജപാദികൾ നമ്മൾ എവിടെ ഇരുന്ന്, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നെന്നല്ല, ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് പോലും നമ്മൾ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ ആ ഭഗവാൻ കേട്ടിരിക്കും. ആ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ വന്നിരിക്കും. ആ ഈശ്വര സങ്കല്പം നമ്മുടെ മനസ്സിൽ വന്നിരിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് നാമം ജപിക്കുന്നത് അതേ സ്ഥലത്തിരുന്ന് യാതൊരു കുഴപ്പവും സംശയമില്ലാതെ ജപാദികൾ ചെയ്യാം, ഉപവാസങ്ങൾ എടുക്കാം. അതുപോലെ ഈ ക്ഷേത്രദർശനം മാത്രമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അന്ന് ക്ഷേത്രദർശനം നടത്താൻ പറ്റാത്ത രാജ്യത്താണെങ്കിൽ നിങ്ങൾ അവിടെ വിളക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, വൈകുണ്ഠനാഥനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ആ ഗുരുവായൂരപ്പന്റെ സ്വരൂപം മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് തൊഴുതോളൂ. ആ തൊഴുന്നത് ശ്രീകോവിലിന്റെ മുമ്പിൽ തൊഴുന്നതിന് തത്തുല്യമായ ഫലം കിട്ടും. മനസ്സുകൊണ്ട് കൊടിമരം കടന്ന് ഇടനാഴിയെ കടന്ന് വല്യമ്പലവും ചിറ്റമ്പലവും കഴിഞ്ഞ് മുഖമണ്ഡപത്തിന്റെ മുമ്പിൽ നിന്ന് നേരെ നോക്കുമ്പോൾ കാണുന്ന ഭഗവാന്റെ തിരുസ്വരൂപം അതങ്ങ് സങ്കല്പിച്ചോളൂ. അത് ലണ്ടനിൽ നിന്ന് നമുക്ക് സങ്കല്പിക്കാം, അമേരിക്കയിൽ നിന്ന് സങ്കല്പിക്കാം. ആ സങ്കല്പം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞു.
ഒരു സംശയമില്ല, അത് ഗുരുവായൂർ തൊഴുത് കഴിഞ്ഞു, അങ്ങനെ തിരിച്ചു തൊഴാം. തിരുമേനി, വിഷുവിന്റെ തലേന്ന് ഒരിക്കൽ എടുക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു ചടങ്ങുണ്ടോ? അതുപോലെ വിഷുവിന് ഉപവാസം എടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ശരിക്കും നിയമം അനുസരിച്ച് വൈകുന്നേരം ഒരിക്കൽ എടുക്കണം. കാരണം നമ്മുടെ കുടുംബത്തിൽ തലേദിവസം തന്നെ കുടുംബത്ത് പറ്റുവാണെങ്കിൽ വെജിറ്റേറിയൻ ആകുക. കാരണം വെച്ചാൽ കുടുംബത്തെ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാതിരിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സംക്രമം കഴിഞ്ഞു വരുന്ന പിറ്റേ ദിവസം പുലർച്ചെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് മഹാവിഷ്ണു ഭഗവാൻ അവിടെ വന്നിരിക്കുകയാണ്. ആ ഭഗവാൻ ഇരിക്കാനുള്ള ഒരു പീഠവും കൂടെ തന്നെയാണ് ഈ പറയുന്ന വിഷു കണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവാൻ വരുന്ന ദിവസമായതുകൊണ്ട് തലേ ദിവസവും പിറ്റേ ദിവസവും വെജിറ്റേറിയൻ ആകുന്നത് വളരെ നല്ലതാണ്. പിന്നെ തലേ ദിവസം വൈകുന്നേരം അരിയാഹാരം ഒഴിവാക്കാമെങ്കിൽ, അരിയാഹാരം ഒഴിവാക്കി ഒരിക്കലെടുക്കാമെങ്കിൽ അത് വളരെ ഗംഭീരമാണ്, വളരെ കേമത്താണ്. ഒരിക്കലോടുകൂടി ഭഗവാനെ ദർശനം നടത്തുന്നത് അത് വളരെ പുണ്യാണ്. വിഷുവിൻ്റെ അന്ന് ഉപവാസം വേണ്ട, പക്ഷെ അന്ന് ഭക്തരാരും നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്, മുട്ട പോലും കഴിക്കരുത്. ഒരു ഭക്തരും വിഷുക്കണി ഒരുക്കുന്ന കുടുംബങ്ങളിലും പറ്റുവാണെങ്കിൽ പൂർണ്ണമായി വെജിറ്റേറിയൻ ആവുക. അന്നൊരു ദിവസമെങ്കിലും പൂർണ്ണമായിട്ട് വെജിറ്റേറിയൻ, അങ്ങനെയാണ് വേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം ഉണ്ട്, നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് തലേ ദിവസവും പിറ്റേ ദിവസവും വിഷുവിൻ്റെ, അതായത് ഇക്കുറിയാണെങ്കിൽ മേടമാസം 1-ാം തീയതിയും മേടമാസം 2-ാം തീയതിയും പൂർണ്ണമായ വെജിറ്റേറിയൻ ആവുക. മേടമാസം 1-ാം തീയതി വൈകുന്നേരം ഒരിക്കലെടുക്കുക, 2-ാം തീയതി രാവിലെ കണി കാണുക. അന്ന് സഭ്യമായ സസ്യഫുഡ് ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. നമ്മൾ തയ്യാറാക്കുന്ന വിഷുക്കണി അതുപോലെ വിഷുവിന് കത്തിച്ചു വെക്കുന്ന നിലവിളക്ക്, വിഷുക്കണി എപ്പോഴാണ് നമ്മൾ അത് എടുത്തു മാറ്റേണ്ടത്? അതുപോലെ വിഷുവിന് കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് അത് അണയ്ക്കേണ്ടത് ഏത് സമയത്താണ്? സത്യത്തിൽ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കാനുള്ള ഒരു സംശയമാണ് അങ്ങ് ചോദിച്ചത്. നമ്മൾ ഏകദേശം മിക്കവാറും കുടുംബങ്ങളിലൊക്കെ 4:30 ആകുമ്പോഴത്തേക്കും 4 മണി കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കണി കാണാനും ഉള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കും. ഏകദേശം ഒരു 9:30-10 മണി വരെയെങ്കിലും വിഷുക്കണി അതുപോലെ തന്നെ അവിടെ സൂക്ഷിക്കപ്പെടുന്നു. 10 മണി വരെ വിളക്കും കത്തി നിൽക്കണം. കാരണം ഈ വിഷ്കൈനീട്ടമൊക്കെ കഴിഞ്ഞു നേരെ ആ ഓട്ടപ്രദർശനത്തിനിടയ്ക്ക് വിളക്ക് കെടുത്തി പോകാൻ നിൽക്കണ്ട, നിറച്ച് എണ്ണ ഒഴിച്ച് അവിടെ നിൽക്കട്ടെ. അത് ഏകദേശം ഒരു 10 മണി വരെ ആ വിഷു കണി ഒരുക്കിയ ആ സാന്നിധ്യം, ആ സങ്കേതം അതേപോലെ തന്നെ ഒരു 10 മണി വരെയെങ്കിലും നിലനിർത്തുന്നത് കുടുംബത്തെ സ്ത്രീത്വമാണ്. കാരണം ഇത് കഴിയാൻ നിൽക്കുന്ന അവസരത്തിൽ തന്നെ ഇത് മാറ്റിയല്ല വേണ്ട, ഒരു 10 മണി വരെയെങ്കിലും. അതിനിടയ്ക്ക് നമ്മൾ ആർക്കെങ്കിലും വിഷ്കൈനീട്ടം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്, വെളിച്ചമായിട്ടാണ് വന്നത്. ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരാൾ വന്നു, പാലും കൊണ്ട് വരുന്ന ആൾ വന്നു, നമ്മൾ 100 രൂപ കൊടുക്കണം. നമ്മൾ ആ സദസ്സിൽ, അതായത് ആ ഭഗവത് സ്വരൂപത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ കൊടുക്കുക. ഇതെല്ലാം ഭഗവാൻ കാണുന്ന ഒരു ദാനവും കൂടെയാണല്ലോ. നമ്മൾ കൊടുക്കുന്ന സമ്പത്തിന്റെ ദാനങ്ങളാണ്. അതൊക്കെ ആ 10 മണി വരെ നമ്മൾ വരുന്ന ആർക്കെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ചെറിയച്ഛൻ്റെ മോൾ അപ്പുറയിന്ന് വന്നു, ആ മോക്ക് കൊടുക്കുന്നതും അതിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതുകൊണ്ട് ഒരു 10 മണി വരെ ആ ഒരുക്കുന്നതെല്ലാം അതേപോലെ നിലനിർത്തുകയും 10 മണി വരെ കെടാവിളക്കായിട്ട് അത് ഉപയോഗിക്കുക. അന്ന് മുഴുവൻ കെടാവിളക്ക് ഭഗവാന്റെ മുമ്പിൽ വെക്കാമെങ്കിൽ ഇതിപ്പരം അവസ്ഥ, ഗംഭീരാവസ്ഥ വേറെ ഒന്നുമില്ല. ഞാൻ അത്രയും പറയുന്നില്ല, 10 മണി വരെയെങ്കിലും കണി കണ്ടതിന് ശേഷം അത് അതേപടി നിലനിർത്താമെങ്കിൽ വളരെ നല്ലതാണ്. തിരുമേനി, അതുപോലെ ഒരു സംശയം, നമ്മൾ ഈ തിരുവോണത്തിന് ഉറുമ്പിന് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. വൈകുന്നേരം കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ മധുരമുള്ള പായസത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീടിന്റെ 4 മൂലയിലും ഇങ്ങനെ ഇലയിലിട്ട് ഉറുമ്പിന് കൊടുക്കുന്നത് പോലെ ഈ വിഷുവിന് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മള് ആളുകൾക്ക് കൈനീട്ടം കൊടുക്കുന്നത് പോലെ ഇവരുമായി ബന്ധപ്പെട്ട, ഇവരെ ഉൾപ്പെടുത്തിയുള്ള എന്തെങ്കിലും ഒരു ചടങ്ങുകൾ ഉണ്ടാവാറുണ്ടോ? നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിലാണെങ്കിലും സനാതന ധർമ്മമാണെങ്കിലും പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും, സകല ജീവജാലങ്ങളും ഈശ്വരന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ്. അതിൽ പുൽക്കൊടി തൊട്ട് എല്ലാ ജന്മങ്ങളും, വൃക്ഷങ്ങളെയാണെങ്കിലും വൃക്ഷരാജാവായിട്ടും, മൃഗങ്ങളെയായിട്ടും, അത് ദേവിയായിട്ടാണെങ്കിലും പ്രകൃതിയെ ദേവിയായിട്ടാണെങ്കിലും, അങ്ങനെ എല്ലാവരെയും. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോലും രാവിലെ കണി ഒരുക്കും, ആ ദേവന് കണി കാണാൻ വേണ്ടിയിട്ട്. ക്ഷേത്രങ്ങളിൽ കണി ഒരുക്കാറുണ്ട്, പല ക്ഷേത്രങ്ങളും കണി ഒരുക്കുന്നുണ്ട്.
അപ്പം നമ്മുടെ കണിയൊരുക്കങ്ങളും നമ്മുടെ കണി കാഴ്ചയും നമ്മുടെ കുടുംബത്തിനകത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി നമ്മുടെ വിഷ്കൈനീട്ടമൊക്കെ ജപിച്ച് നാമമൊക്കെ ജപിച്ച് കഴിയുമ്പം നമ്മളൊരു പ്ലേറ്റിനകത്ത് ഒരു ചിരാതിലോ അല്ലെങ്കിൽ ഒരു കൊടിവിളക്കിലോ അല്ലെങ്കിൽ ചെറിയ നിലവിളക്കിലോ അതൊക്കെ കത്തിച്ച് അല്പം കണിക്കൊന്ന പൂവും കുറച്ച് മറ്റേ അഷ്ടമംഗലക്കൂട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കണിവെള്ളിരയും ഒക്കെ വെച്ച് നമ്മുടെ പശുത്തൊഴുത്തുണ്ടെങ്കിൽ പശുത്തൊഴുത്തിൽ പോയി അവരെ കാണിക്കും 2 മിനിറ്റ്. ആനയുള്ളതാണ് ആനക്കൊട്ടിൽ പോയി കാണിക്കും. അങ്ങനെ നമ്മൾ മൃഗങ്ങളെയും നമ്മൾ വിഷുക്കണി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൂജാമുറിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ വിഷുക്കണി ഒരുക്കണമെങ്കിൽ ആ പൂജാമുറി തുറന്നിട്ട് ആ പൂജാമുറി ഇരിക്കുന്ന ദേവചൈതന്യങ്ങൾക്ക് മുഴുവൻ ആ വിഷുക്കണി കാണാനുള്ള അവസരം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യദേവനെ വിഷുക്കണി കാണിക്കാറുണ്ട്. പ്രകൃതിയെ മനസ്സുകൊണ്ട് വിഷുക്കണി കാണിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ പഴയ ആചരണത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതിന്റെ ഈ നമ്മുടെ മനുഷ്യരെ നമ്മുടെ ആഘോഷങ്ങളിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിൽ അവർക്കും മറ്റ് മൃഗങ്ങൾക്കും സ്ഥാനം കൊടുക്കുമ്പോൾ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആത്മീയ വശം എന്താണ്? അത് നൽകുന്ന സന്ദേശം എന്താണ്? ഭഗവാൻ സർവ വൃക്ഷ മൃഗ മനുഷ്യ എല്ലാ വർഗങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് പരിപാലിക്കുന്നയാളാണ്. കൃഷ്ണന്റെ കാര്യം പറഞ്ഞാൽ കൃഷ്ണൻ ഒരു ഓടക്കുള്ളിൽ ഓതിക്കഴിഞ്ഞാൽ ഓടി വരുന്ന പശുക്കളെ, സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന പശുക്കളെ അത്രയും സ്നേഹിക്കുന്ന ഭഗവാനാണ് കൃഷ്ണൻ. അതുപോലെ ഭക്തരായി നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും എത്ര ചേർത്ത് പിടിക്കാവോ അത്രയും ചേർത്ത് പിടിക്കുന്ന ആളാണ് കൃഷ്ണൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുമ്പിൽ പശുവാണോ ആനയാണോ മനുഷ്യനാണോ വൃക്ഷമാണോ ഇങ്ങനെയുള്ള ഒരു വ്യതിയാനങ്ങളും ഇല്ല. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് നമ്മൾ ഒരുക്കുന്ന കണിയാകുന്ന വൈകുണ്ഠത്തിൽ വന്ന് നമ്മളെയും നമ്മുടെ പരമ്പരയും നമ്മുടെ വസ്തുക്കളെയും നമ്മുടെ ഭൃത്യന്മാരെയും നമ്മുടെ കുടുംബാംഗങ്ങളിൽ പെടുന്നതാണ് നമ്മുടെ മൃഗങ്ങളെല്ലാം, കുടുംബത്തിലെ അംഗങ്ങളെ. ഇവരെ എല്ലാവരെയും അദ്ദേഹം അനുഗ്രഹിക്കാനാണ് പറയുന്നത്. നമ്മളിൽ നിന്ന് അവരോ അവരിൽ നിന്ന് നമ്മളോ ഒരു വ്യത്യസ്തരല്ല. അവർക്ക് അവരുടേതായ ബുദ്ധി, നമുക്ക് നമ്മുടേതായ ബുദ്ധി. അവർ ജീവിക്കേണ്ട രീതി, നമ്മൾ ജീവിക്കേണ്ട രീതി. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ ഇവരെല്ലാം അദ്ദേഹത്തിന്റെ തന്നെ ബാക്കിയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹയിലൂടെ ജനിച്ചേക്കണാണ്. അപ്പൊ അവർക്കെല്ലാം ഒരേ അനുഗ്രഹം കിട്ടണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ആപ്തവാക്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താറുണ്ട്. ഇത്തവണത്തെ വിഷുവിനെ കുറിച്ചും കണിയൊരുക്കത്തിനെ കുറിച്ചും കണി കാണേണ്ട സമയത്തെക്കുറിച്ചും എല്ലാം വളരെ ലളിതമായ രീതിയിൽ തിരുമേനി നമുക്ക് പറഞ്ഞു തന്നു. വളരെ സന്തോഷം തിരുമേനി ഞങ്ങളോടൊപ്പം കൂടിയതിന്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി. നമസ്കാരം.